കേരളത്തിൽ ഉത്തര കൊലക്കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഞെട്ടും. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഒരു യുവതിയെ കൊലപ്പെടുത്തിയ കേസ്, അതിഭീകരമായ അതിദാരുണമായ കൊലപാതകം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നടന്ന ആ കേസിന്റെ ചൂട് ഇനിയും ആറിയിട്ടില്ല. അതുപോലെ തന്നെ ധാരാളം കേസുകളുണ്ട്. ഇതിൽ കേരളത്തിൽ യുവതിയാണ് മരിച്ചതെങ്കിൽ അങ്ങ് UP മീററ്റിൽ ഒരു യുവാവ് 30കാരനായ അതുൽ പവാർ എന്ന ചെറുപ്പക്കാരനാണ് മരിച്ചത്. ഈ അതുൽ പവാറും അയാളുടെ ഭാര്യ ദാമിനി പവാറും നീണ്ടകാലത്തെ പ്രണയത്തിന് ശേഷം, ഏകദേശം 7 വർഷക്കാലത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരായത്. വിവാഹിതരായി അവരിങ്ങനെ കുടുംബജീവിതം നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാൾക്ക്, ഈ അതുലിന് പ്ലേ സ്കൂളാണ് തൊഴിൽ. സ്വന്തമായി ഒരു പ്ലേ സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. ഈ ദാമിനിയെ അതിൻ്റെ ചുമതലയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദാമിനി എന്ത് ചെയ്തു? അതുല് എല്ലാ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഡ്രൈവറുടെ ചുമതലയും ദാമിനിക്കാണെന്ന് വെച്ച് ഡ്രൈവറിനെ കയറി അങ്ങ് ഒറ്റ പ്രേമം കൊടുമ്പിരി കൊണ്ടു. അവർക്ക് തമ്മിൽ പിരിയാൻ പറ്റാത്ത വിധം ഈ ദാമിനിയും അവരുടെ ഡ്രൈവറും തമ്മിൽ പ്രണയം അങ്ങ് ഘടാഘടികനായ പ്രണയം. അതുകൊണ്ട് പിന്നീട് തീരുമാനിച്ചു ഈ അതുൽ പവാറിനെ അങ്ങ് വകവരുത്താം. അവന് ഏകദേശം 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ അവൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ അപായപ്പെട്ട് കഴിഞ്ഞാൽ, അവനെ മരിച്ചുപോയി കഴിഞ്ഞാൽ, സാധാരണ മരണമല്ല, അപകട മരണമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ ആശ്രിതർക്ക് ലഭിക്കും, ഭാര്യയ്ക്ക് ലഭിക്കും, നോമിനിക്ക് ലഭിക്കും. ഇത് മനസ്സിലാക്കിയ ദാമിനി എന്തു ചെയ്തു? കാമുകനെ കൊട്ടേഷൻ കൊടുത്തു. കാമുക, പ്രിയപ്പെട്ടവനെ, അവൻ്റെ പേര് തുഷാർ എന്നാണ്. തുഷാര, നീ ഒരു കാര്യം ചെയ്യും, ഇവനെ അങ്ങ് തട്ടിക്കള, 20 ലക്ഷം രൂപ കിട്ടും നമുക്ക് ഒരുമിച്ച്. പിന്നെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറി എങ്ങോട്ടെങ്കിലും പോയി താമസിക്കാം. ഈ നാടാണല്ലോ പ്രശ്നം, മീററ്റാണല്ലോ പ്രശ്നം എന്നൊക്കെ ഈ പെണ്ണ് അവനെ എരികേറ്റി. ഉടനെ അവൻ മറ്റൊന്നും ചെയ്തില്ല, നേരെ ഈ അതുൽ പവാറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ഒരു പ്ലാൻ ചെയ്തു. ഒന്നാമത്തെ ദൗത്യം സ്കെച്ചൊക്കെ ചെയ്ത് ദൗത്യം ഏറ്റെടുത്ത് അങ്ങനെ അങ്ങ് ചെയ്തു. പക്ഷെ വാഹനാപകടം സൃഷ്ടിച്ചുവെങ്കിലും അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് അതുൽ പവാർ രക്ഷപ്പെട്ടു. പാവം അതുൽ. എന്നിട്ടും ഭാര്യയൊന്നും സംശയിക്കുന്നില്ല. ഈ പെണ്ണിന്റെ കൂടെ തന്നെയായിരുന്നു വീണ്ടും താമസം. ഈ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ സ്വന്തം ഭർത്താവ് രക്ഷപ്പെട്ടു. 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തനിക്ക് ലഭിച്ചില്ല എന്ന അതിഭീകരമായ വാശിയുടെ ഭാഗമായി ഈ പെണ്ണെന്ത് ചെയ്തു? ഈ പാവം കെട്ടിയവന് ഒരു ദിവസം രാത്രി പാലിൽ അമിതമായി ഉറക്ക ഗുളിക ഇട്ടുകൊടുത്തു. ഉറക്ക ഗുളികകൾ അമിതമായി പാലിൽ കലർത്തി കൊടുത്ത് അബോധാവസ്ഥയിലായിപ്പോയ പാവം അതുൽ പവാർ ഉറങ്ങിപ്പോയി. ഉറങ്ങിയ സമയത്ത് ഉഗ്രവിഷമുള്ള 2 സർപ്പങ്ങളെ ആ കിടക്കയിലേക്ക് തുഷാറും ദാമിനിയും കൂടി എറിഞ്ഞു. പാമ്പ് കടിയേറ്റ് അതുൽ പവാർ മരിച്ചു. ഈ പാമ്പിനെ വാങ്ങിയത് എങ്ങനെയാണ്? ഈ ദാമിനി 15,000 രൂപ ഈ തുഷാറിന് കൊടുത്തു. 15,000 രൂപയ്ക്ക് പാമ്പാട്ടികളുടെ പക്കൽ നിന്നും തുഷാർ 2 ഉഗ്രവിഷമുള്ള പാമ്പുകളെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ആ പാമ്പുകളെയാണ് അതുൽ പവാർ അബോധാവസ്ഥയിൽ കിടന്നപ്പോൾ, അബോധാവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ പെണ്ണുമ്പിള്ള, സ്വന്തം കെട്ടിയവൾ, പാലിൽ അമിതമായി ഉറക്ക ഗുളിക കലർത്തി കൊടുത്തു. അങ്ങനെ ഉറങ്ങിപ്പോയ അതുലിന്റെ കിടക്കയിലേക്ക് 2 ഉഗ്രസർപ്പങ്ങളെ വലിച്ചെറിഞ്ഞ തുഷാറും ദാമിനിയും സർപ്പങ്ങൾ ഇയാളെ കൊത്തുന്നത് നോക്കി നിന്നു. മരണം ഉറപ്പാക്കിയ ശേഷം ഈ സർപ്പങ്ങളെയൊക്കെ മരെടുത്ത് കളഞ്ഞു. മരണം ഉറപ്പാക്കിയ ശേഷം തുഷാർ സംഭവ സ്ഥലത്ത് നിന്നും മുങ്ങൽ വിദഗ്ധനാണല്ലോ, കള്ളൻ. അവൻ മുങ്ങി അവിടെ നിന്ന്. ഉടനെ ദാമിനി വലിയ വായിൽ വിലപിച്ചു, അയ്യോ എന്റെ ഭർത്താവിനെ പാമ്പ് കടിച്ചേ, വരണേ, രക്ഷിക്കണേ, ഓടിക്കൂടണേ നാട്ടുകാരെ എന്നൊക്കെ വിളിച്ചു. ആംബുലൻസിനെ വിളിച്ചു, പോലീസിനെ വിളിച്ചു. എല്ലാവരും വന്നു അതുൽ പവാറിനെ ആശുപത്രിയിലെത്തിച്ചു. ദാമിനി കരുതി പാമ്പ് കടിയേറ്റുള്ള മരണം സ്വാഭാവികമായി അപകട മരണമാണ്, ഇൻഷുറൻസ് തുക ഇപ്പോൾ തന്നെ കിട്ടും എന്നൊക്കെ ഈ പെണ്ണുമുള്ള അങ്ങ് പ്രതീക്ഷിച്ചു. പക്ഷെ പോലീസിന് ചെറിയ ഒരു സംശയം, ഈ പാമ്പ് ഇവിടെ ഉള്ളതാണോ? നമ്മുടെ ഉത്തര കൊലക്കേസിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. വാവ സുരേഷ് ഏട്ടൻ ആദ്യമേ പറഞ്ഞു, ഈ പാമ്പ് ഈ മേഖലയിൽ ഉള്ളതല്ല, ഈ മേഖലയിൽ ഈ പാമ്പുകൾ കാണപ്പെടാറില്ല. പിന്നെ 2 നിലയിൽ ഇഴഞ്ഞു കയറിപ്പോകാൻ, മാർബിൾ തറയിലൂടെ ഇഴഞ്ഞു കയറിപ്പോകാൻ പാമ്പ് ചിലന്തിയോ പഴുതാരയോ ഒന്നുമല്ല. പാമ്പ് അങ്ങനെ ഇഴഞ്ഞു പോകുന്നത് അസ്വാഭാവികതയുണ്ട്. അതുപോലെ UP പോലീസിനും തോന്നി ചില സംശയങ്ങൾ. പാമ്പ് എങ്ങനെ കടിച്ചു, എങ്ങനെ കിടക്കയിലെത്തി?
ഈ പാമ്പിൻ്റെ വലിയ രസകരമായ മറ്റ് കഥകളുമുണ്ട്. രസകരമെന്നാൽ ത്രില്ലിംഗ് കഥകളുണ്ട്. ഹിച്ച്കോക്കിൻ്റെ പഴയ ക്രൈം സ്റ്റോറീസിനകത്ത് ഈ പാമ്പുകളുടെ കഥ പറയുന്നുണ്ട്. ഒരു സുഹൃത്തിനെ കൊല്ലാൻ വേറൊരു സുഹൃത്ത് പാമ്പിനെ തലയണയടിയിൽ ഒളിപ്പിച്ചു വെച്ചതും പിന്നീട് ഈ ഒളിപ്പിച്ചു വെച്ചതും തന്നെ പാമ്പ് കടിയേറ്റ് മരിച്ചു പോകുന്നതുമായ കഥ ഹിച്ച്കോക്കിൻ്റെ ക്രൈം സ്റ്റോറീസിലുണ്ട്. ഏതായാലും ഹിച്ച്കോക്കിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇങ്ങോട്ട് ഉത്തരവൊന്നും ഇപ്പോഴാ അതുൽ പവാറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പോലീസിന് സംശയം തോന്നി. ആദ്യം ദാമിനിയെ ചോദ്യം ചെയ്തു. ദാമിനി, ഇത് ശരിയല്ലല്ലോ, ഇത് ശരിയാകാനിടയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞില്ല, എൻ്റെ ഭർത്താവിനെ പാമ്പ് കടിച്ചു കൊന്നതാണ്, 2 പാമ്പുകൾ ഇഴഞ്ഞു പോകുന്നത് ഞാൻ കണ്ടതാണെന്നൊക്കെ പറഞ്ഞു. പാവം പോലീസുകാർ അതങ്ങ് വിശ്വസിച്ചു എന്നായിരുന്നു ദാമിനിയുടെ വിചാരം. ദാമിനിയുടെ മൊബൈൽ ഫോൺ അണ്ടർ കസ്റ്റഡിയിൽ എടുത്തിട്ട് പരിശോധിച്ചു. നിരന്തരം ഫോൺ വിളികൾ. ആരുമായി? തുഷാറുമായി. എന്തിനായിരുന്നു? അവിഹിത പ്രണയം. പിന്നീട് ട്രാൻസാക്ഷൻസ്, പൈസ ഇടപാടുകൾ 15,000 രൂപ കൊടുത്തിരിക്കുന്നു. ഈ 15,000 രൂപ കിട്ടിയ തുഷാർ എന്ത് ചെയ്തു എന്നറിയാൻ തുഷാറിൻ്റെ മൊബൈൽ ഫോണും വാങ്ങി ഒന്ന് പരിശോധിച്ചു. ചുമ്മാ ഒന്ന് പരിശോധിച്ചപ്പോൾ തന്നെ അതിനകത്ത് ദാണ്ടട കിടക്കുന്ന പടം നമ്മുടെ പാമ്പാട്ടികളുടെ കയ്യിൽ നിന്നും 2 ഉഗ്ര വിഷസർപ്പങ്ങളെ വാങ്ങിയിട്ട് ആ പടം ചേത്രയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? ദാമിനിക്ക് തുഷാർ കൈമാറിയിരിക്കുന്നു. ഞാനിതാ പാമ്പുകളെ വാങ്ങിയിട്ടുണ്ട്, ഇനി നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം, പാമ്പുകൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് കമൻറ്റും ഇട്ട് പാമ്പുകളുടെ പടം ചേട്ടത്തിക്ക് അയച്ചു കൊടുത്തത് പോലീസ് പൊക്കി. അതോടെ സംഗതി അതുൽ പവാറിനെ കൊന്നത് ഭാര്യയും ഭാര്യയുടെ കള്ള കാമുകനും ചേർന്നാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. 2 പേരെയും പൊക്കി അകത്താക്കി. പാവം അതുൽ പവാർ എന്ന നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ മരണം വരിക്കുകയും ചെയ്തു. വല്ലാത്ത കഷ്ടം തന്നെയാണ് ഇത്തരം പ്രണയ ചതികളും ഇത്തരം കൊലപാതകങ്ങളും.